സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, കുന്നംകുളം റോഡ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. എനി ടൈം ന്യൂസ് ഇപ്പോൾ ഉള്ളത് എരുമപ്പെട്ടി പഞ്ചായത്തിലെ 13-ാം വാർഡായ കൊടുമ്പിലാണ്. കൊടുമ്പിലെ സ്ഥാനാർത്ഥിയായ മുരളിയേട്ടൻ്റെ ഒപ്പമാണ് ഇന്ന്. അപ്പോൾ നമുക്ക് മുരളിയേട്ടൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം. മുരളിയേട്ട, നമസ്കാരം. നമസ്കാരം. ഇരിക്കും. മുരളിയേട്ടൻ വീണ്ടും മത്സരിക്കുകയാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെയാണ്? ഇപ്പോൾ ഈ കൊല്ലം ഡിസംബർ 11-ാം തീയതി നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഇവിടെ അരിവാളം ചുറ്റിയ നക്ഷത്രത്തിലാണ് മത്സരിക്കുന്നത്. LDFന് കാര്യമായിട്ടുള്ള പേരോട്ടുള്ള ഒരു വാർഡിലാണത്. ഈ കർഷക തൊഴിലാളികളും കർഷകരുമാണ് പ്രധാനമായിട്ട് ഈ മേഖലയിലുള്ളത്. തികഞ്ഞ ശുഭാപ്തി വിശ്വാസം എനിക്കിവിടെ ഉണ്ട്. ധാരാളം വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷം LDF സ്ഥാനാർത്ഥിയാണ് ഇവിടെ വിജയിച്ചിരുന്നത്. ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ നടന്നിട്ടുണ്ട്. എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരിച്ചിരുന്നതും LDFിൻ്റെ നേതൃത്വത്തിലുള്ള CPM നേതൃത്വത്തിലുള്ള LDF ഭരണസമിതിയാണ്. അതുകൊണ്ട് ഒട്ടും ഒരു വിഷമത എനിക്കുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ എല്ലാ വിഭാഗം ജനങ്ങളും, ജാതി മതഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളും എനിക്ക് സഹായമായിട്ട് ഉണ്ട്. പ്രത്യേകം അത് പിന്നീട് പറയുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയ ഭേദമന്യേ, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അതെ എല്ലാ രാഷ്ട്രീയക്കാരുടെ നല്ല സൗഹൃദ ബന്ധം. ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാരായാലും BJPക്കാരാണെങ്കിലും മറ്റുള്ള ഏതൊക്കെ പാർട്ടികളുണ്ട് അവരുടെയൊക്കെ നല്ലൊരു സഹകരണം എനിക്ക് ഉണ്ട്. ഞാൻ അവരോടും അങ്ങനെയാണ് നല്ല രീതിയിലാണ് പെരുമാറാറും. ആരും എൻ്റെ അടുത്ത് വന്നാലും ഞാൻ നിരാശപ്പെടുത്തിയിട്ട് പറഞ്ഞേക്കാറില്ല. അതിനെനിക്ക് കഴിയില്ല, അത് മരണം വരെ കഴിയില്ല. ഇതിപ്പോ എത്രാമത്തെ തവണയാണ് ഇത് മത്സരിക്കുന്നത്? ഞാൻ 6ാമത്തെ തവണയാണ്. അതിൽ 3 തവണ ജയിച്ചു. ഈ തവണയും ജയിക്കുന്നുള്ളതാണ് പ്രതീക്ഷ. ഇതിനിടയ്ക്ക് സ്വതന്ത്രനായിട്ട് ഞാൻ ആദ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് സ്വതന്ത്രനായിട്ടാണ്. അപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എനിക്കെതിരെ സ്ഥാനാർത്ഥികള് നിർത്തിയിട്ടുണ്ടായിരുന്നു. BJP, കോൺഗ്രസ്, CPM. എന്നാലും ഈ കൊടുമ്പിലുള്ള ആളുകൾ എന്നെ കൈവിട്ടില്ല. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ജയിക്കുന്നുണ്ട്. എന്നാൽ അത്യാവശ്യം ഭേദപ്പെട്ടുള്ള ഒരു ഭൂരിപക്ഷത്തില്. അത് എത്ര വർഷം മുന്നെയാണ്? അത് 95-ലാണെന്ന് സംശയം. 95-ല്. അന്ന് കാഞ്ഞിരക്കോടും കൊടുമ്പ് ഒരു വാർത്ത. അന്ന് എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് APN തമ്പൂരിപ്പാട കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണുള്ളത്. അദ്ദേഹത്തിനെതിരായിട്ട് മത്സരിക്കാൻ എനിക്ക് വലിയ പ്രയാസമാണത്. വലിയ അടുപ്പവും സ്നേഹമൊക്കെ ആയിരുന്നത്. പക്ഷേ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വന്നു. ആ ദുഃഖം എപ്പോഴും ഉണ്ട്. മത്സരിക്കാൻ എനിക്ക് APN തമ്പൂരിപ്പാടിനെതിരെ മത്സരിക്കാൻ ഇഷ്ടമില്ലാത്തതാണ്. പക്ഷെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. അപ്പം അതുകൊണ്ട് ഇപ്പോഴും ആ വേദനയും വിഷമവും എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അദ്ദേഹം ഞാൻ ജയിക്കാൻ പാടില്ലാത്ത ആളാണെന്ന് എനിക്ക് തോന്നി. ഇപ്പം അന്നുണ്ട് ഇന്നുമുണ്ട്. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ APN തമ്പൂരിപ്പാടാണ് ജയിക്കേണ്ട ആള്. പക്ഷെ എങ്ങനെയൊക്കെ എന്തൊക്കെയോ ഞാനാ ജയിച്ചു. ഒന്നും അല്ലാത്തൊരു സ്ഥാനാർത്ഥി ജയിച്ചു ഞാൻ. അപ്പം അതിൽ ഇപ്പോഴും ആ ഭേദമുണ്ട് എനിക്ക്. അപ്പൊ നമ്മുടെ ഈ രാഷ്ട്രീയത്തിലേക്ക് എങ്ങനെയാണ്? രാഷ്ട്രീയത്തിൽ ഞങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. അതിൽ കൂടി ഞാൻ പഠിക്കുന്ന കാലത്ത് SFIയിൽ കൂടി വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിലാണ് പഠിച്ചിരുന്നത്. 10ാം ക്ലാസ് വരെയും SFIയുടെ ഒരു സജീവ പ്രവർത്തനം നടന്നു. കുട്ടി കഴിക്കുമ്പോൾ തന്നെ അച്ഛനൊക്കെ ഇതായ കാരണം വലിയ ഇഷ്ടമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട്. സ്കൂൾ ലീഡർ ഞാൻ 10 വരെയും പഠിച്ചിട്ടുള്ള എല്ലാ ക്ലാസ്സിലും ഞാൻ ലീഡറാണ്. അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ലീഡർ വേണം സ്കൂൾ ലീഡറായിട്ട് തിരഞ്ഞെടുക്കാൻ. അപ്പൊ അന്ന് SFIക്ക് ലീഡർ സ്ഥാനമുള്ള ഒരാരും ഇല്ല ക്ലാസ്സിൽ. അപ്പൊ ഞാനൊരു ചെറിയ കുട്ടിയാണ്, എന്നെ പിടിച്ചു നിർത്തി. ഞാൻ തോറ്റു. അന്ന് KSUവിന് നല്ല സ്വാധീനമുള്ള ആ കാലത്തൊക്കെ KSUവിനാണ് സ്വാധീനം. SFI രൂപീകരണം ആയിട്ടേ ഉള്ളൂ. അന്ന് KSF ആയിരുന്നു ഞാൻ വടക്കാഞ്ചേരി സ്കൂളിൽ പഠിക്കുമ്പോൾ. പിന്നീട് 10ാം ക്ലാസ് കഴിഞ്ഞ വ്യാസ കോളേജിൽ പഠിക്കുമ്പോഴാണ് SFIയുടെ രൂപീകരണവും ഇന്ത്യയിലുണ്ടായത്. ആ രൂപീകരണത്തിലൂടെ കൂടി ഇപ്പോൾ SFIയുടെ ഒരു പ്രവർത്തനമായിട്ട് മാറി. അങ്ങനെ വ്യാസ കോളേജിൽ ഞാൻ ആദ്യമായിട്ട് SFIയുടെ ഒരു യൂണിയൻ ചെയർമാനായിട്ട് അക്കാലത്ത് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്.
പിന്നെ സജീവമായിട്ടുണ്ടായിരുന്നു. എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-നോട് ഭയങ്കര ഇഷ്ടമാണ്. അത് ശരി. ഇപ്പോഴും അതെ, അന്നും അതെ, അതെ, എന്നും അതെ. പിന്നെ ഞാൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന കാലത്തും എനിക്ക് CPM-നോടാണ് എല്ലാം ഇഷ്ടമുള്ളത്. അപ്പൊ അതങ്ങനെ മത്സരിക്കാണ്ടായ ഒരു മത്സരിക്കാനുള്ളത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് കുറെ ആളുകൾ എന്നോട് പറഞ്ഞു, മുരളിയേട്ടൻ മത്സരിക്കണം. അപ്പൊ ഏറ്റവും പൊട്ട സ്ഥാനാർത്ഥി ഞാനാ. ഏറ്റവും പൊട്ട സ്ഥാനാർത്ഥി ഞാനാ. മറ്റേ എല്ലാവരും നല്ല സ്ഥാനാർത്ഥികളാണ്. എല്ലാ ആളുകളുടെ ഇടയിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പൊട്ട സ്ഥാനാർത്ഥി ആരും നിർത്താൻ തയ്യാറായില്ല. ഒരു പാർട്ടിക്കും ഇഷ്ടമില്ല എല്ലാ പൊട്ട സ്ഥാനാർത്ഥികളും. അപ്പൊ നല്ല യോഗ്യരല്ലേ നിർത്തുള്ളൂ. ഞാൻ അത്ര യോഗ്യനല്ലാന്ന് തോന്നുന്നു. പിന്നീട് എന്നെ അത് സ്വതന്ത്രനായിട്ട് ജയിപ്പിച്ചു കൊടുത്തു നിങ്ങള്. അന്ന് ജയിച്ചപ്പോ അപ്രതീക്ഷിതമായിട്ട് ഞാനാ ജയിച്ചത് സ്വതന്ത്രനായിട്ട് നിന്നിട്ട്. അപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എനിക്ക് ഒരു അംഗീകാരം ത്തോട് കൂടിയിട്ട് എല്ലാവരും മറ്റേ ഞാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അലർജി ആയിരുന്നു. അപ്പോ ഞാൻ ചോദിക്കട്ടെ, അന്നത്തെ തെരഞ്ഞെടുപ്പും ഇന്നത്തെ തെരഞ്ഞെടുപ്പും തമ്മിലുള്ള താരതമ്യപ്പെടുത്തി. അന്നത്തെ തെരഞ്ഞെടുപ്പ് ആത്മാർത്ഥതയും സ്നേഹത്തിന്റെയും പ്രതീകമായിരുന്നു. കാരണം വെച്ചാൽ അത് ഇന്നില്ല. ഒന്നിനും വേണ്ടിയിട്ടല്ല, നമ്മളൊരു നിസ്വാർത്ഥ സേവനം ഞാനും എന്റെ കൂടെയുള്ള ആളുകളും. ഇന്നിപ്പോ എന്റെ കൂടെയുള്ള അന്നുള്ള ആളുകൾ ഒരു 10-70 ആള് മരിച്ചുപോയി പ്രായമായിട്ടും അങ്ങനെയൊക്കെ. ഇപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എനിക്ക് അന്നുള്ള ആളുകള് അല്ലെ ഒരു 10-70 ആളൊന്നും ഇല്ല. അപ്പൊ അതെനിക്ക് വലിയ ഭയങ്കര. ഇപ്പൊ പുതിയൊരു തലമുറയല്ലേ, അവരായിട്ട് അത്ര അടുപ്പവും കാര്യങ്ങളും എനിക്കില്ലല്ലോ. എന്നാലും അവരെ കൂടി വന്നിട്ട് ഈ പ്രാവശ്യം കൂടി തെരഞ്ഞെടുപ്പിൽ നിൽക്കണമെന്ന് പറഞ്ഞപ്പോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാൻ പറഞ്ഞു. അപ്പൊ അവർക്ക് ഇഷ്ടം ഞാൻ നിൽക്കണതാണ്. അപ്പൊ ഞാനായിട്ടത് നിരുത്സാഹപ്പെടുത്താനില്ല. ശരി, തോൽക്കുകയാണെങ്കിൽ ജയിക്കുകയാണെങ്കിൽ ഒരുമിച്ച് ജയിക്കാൻ, തോൽക്കുകയാണെങ്കിൽ ഒരുമിച്ച് തോൽക്കാം. ഇനി ഒരു മത്സരത്തിന് ഇല്ല ഈ കൊല്ലം, ഈ വർഷം കൂടി ഉണ്ടാവുള്ളൂ. ഇനി ഒരു വർഷം ഉണ്ടാവാൻ സാധ്യതയില്ല. എന്താ പറയുക, 70 വയസ്സായി, ഇനി കാൽപ്പന്റെ രോഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇനി ഒരു മത്സരം. പിന്നെ ഞാൻ ഒരു പ്രത്യേക ചോദ്യമാണ്, താങ്കൾ ഈ തലപ്പാവും ഇത് ഞാൻ ഈ കളർ തലപ്പാവും ഇതൊക്കെ എനിക്ക് പാർട്ടിയോട് ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പൊ അമ്പലത്തിലൊക്കെ ഈ ഉള്ള ഒരു വർക്കും കാര്യങ്ങളും വൈഫാണ് കളകാരിയാണ് കുടുംബക്കാവ് അമ്പലത്തില്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഞങ്ങളെ ഏൽപ്പിക്കും ഈ വഴിപാടൊക്കെ നടത്താൻ, വഴിപാടിന്റെ കൗണ്ടറിൽ ഇരിക്കാനായിട്ട്. അപ്പൊ വെള്ള ഡ്രസ്സാകുമ്പോ ചളിയാവും. മറ്റുള്ള കളറുകളും എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കളർ ഇതാണ്. അപ്പൊ അത് ഉപയോഗിച്ചു. ഇനിയിപ്പോ മരിക്കണ വരെ ഈ കളർ ഉപയോഗിക്കും. അല്ല, കുറെ കാലമായി, 35 വർഷമായി. ഞാൻ ഈശ്വര വിശ്വാസിയാണ്. പക്ഷെ അത് ഞാൻ ആരെയും അടിച്ചേൽപ്പിക്കില്ല. എനിക്ക് എന്റെ വിശ്വാസം ആരോടും ഇല്ല. എന്റെ വിശ്വാസം ഞാൻ ആരോടും പറഞ്ഞ് അതേമാതിരി ആവണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കണം എന്നൊന്നും പറയില്ല. അവനവൻ്റെ ഇഷ്ടം. എനിക്കതൊരു ഞാൻ ചെറുപ്പത്തിൽ തൊട്ടേ ഈ അമ്പലത്തിന്റെ അടുത്തുള്ള വീടും ഒക്കെ ആയ കാരണം എനിക്കതൊരു വലിയൊരു സംതൃപ്തിയാണ്, വലിയ ആനന്ദമാണ്. സംതൃപ്തിയും ആനന്ദമാണല്ലോ എന്റെ ഒരു ദിവസം. മുരളിയേട്ടന്റെ ഒരു ദിവസം എങ്ങനെയാണ് ആരംഭിക്കുന്നത്? ഞാൻ ആരംഭിക്കുന്നത് കുറെ കാലമായിട്ട് രാവിലെ 4:30 മണിക്ക് എണീക്കും. ഈ വയ്യെങ്കിലും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോകും. അമ്പലത്തിൽ പോയിട്ട് കൗണ്ടറിൽ ഇരിക്കും, അതിന്റെ കാര്യങ്ങളൊക്കെ നടത്തും. 9 മണി വരെ ഒന്നും കഴിക്കില്ല. 9 മണി വരെ ഒരു ഭക്ഷണം കഴിക്കാതെ 9 മണിക്ക് അരച്ച് വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. അപ്പൊ പിന്നെ വയ്യാതെ ആവും ഒന്നും കഴിക്കാണ്ടിരിക്കുമ്പോ. അപ്പൊ കുറച്ച് റെസ്റ്റ് എടുക്കും. പിന്നെ അപ്പൊ എത്ര മണിക്കാണ് നമ്മൾ ഈ പ്രവർത്തനത്തിന് വേണ്ടി? പ്രവർത്തനം ഈ ഇതിന്റെ ഇടയ്ക്കൊക്കെ ഉണ്ട്. ഈ 6 മണിക്ക് അല്ലെ 7 മണിക്ക് ആരെ എപ്പ വന്നാലും എന്റെ വീടിന്റെ വാതിൽ തുറന്നിട്ടേക്ക ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി. അവരുടെ കൂടെ ഞാനും അതിന് രാഷ്ട്രീയമില്ല. എന്നെ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. ആദ്യമൊക്കെ കുറച്ചൊക്കെ അങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു മൽപ്പിടുത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓരോ പാർട്ടിക്കാരും തമ്മിൽ. അതല്ലാതെ ഇപ്പോ ഒരു 8-10 കൊല്ലമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എന്നോട് സൗഹാർദ്ദമായിട്ട് പെരുമാറുന്നത്, അവിടുത്തെ ജനങ്ങളും. അപ്പൊ അത് ഞാൻ തിരിച്ചു അവർക്ക് നൽകുന്നു. അതൊക്കെ ശാശ്വതമായിട്ട് നിലനിൽക്കുള്ളൂ എന്നുള്ളത് തോന്നിപ്പോ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ആരും ഇവിടെ വിഷമിക്കാതെ ജീവിക്കണില്ല, എല്ലാവരും വിഷമിച്ച് ജീവിക്കണം ആൾക്കാർ. ഒന്നുകിൽ രോഗം ആയിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ കാര്യങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ നടക്കാതെയോ
ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാനൊരു ലീഡറല്ല, ഞാൻ ഇവരുടെ രക്ഷകർത്താവാണ്. എനിക്ക് അവരുടെ അച്ഛനാവാനും അമ്മാവനാവാനും ഏട്ടനാവാനും എനിക്കിഷ്ടം. അല്ലാണ്ട് ഒരു പാർട്ടി അവരുടെ നേതാവ്, ജനങ്ങളുടെ ഒരു നേതാവല്ല ഞാൻ. അവരുടെയൊക്കെ ഒരു രക്ഷകർത്താവ് മാതിരി എനിക്ക് അവർക്കൊരു തണൽ കൊടുത്ത് അവരെന്തെങ്കിലും വന്ന് പറയുമ്പോൾ വളരെ വിഷമത ഉള്ള കാലഘട്ടത്തിൽ കൂടെ വരുന്ന കാലത്തും ഈ ആളുകളൊക്കെ വല്ല അബദ്ധത്തിലും പെട്ടാൽ, ആരോടും പറയാൻ പറ്റാത്തതിൽ അബദ്ധം പെട്ടാൽ എൻ്റെ അടുത്ത് വരും. ആരോടും പറയില്ല ഒരാളുടെ കുറ്റക്കുറവും. അപ്പൊ മുരളിയേട്ടനോട് പറഞ്ഞാൽ നടക്കും. അത് ആരും അറിയൂല. അങ്ങനെ വന്ന് എൻ്റെ അടുത്ത് സമീപിക്കാനുള്ള കുറെ രഹസ്യങ്ങൾ ഈ നാട്ടിലെ ആൾക്കാരുടെ എൻ്റെ ഉണ്ട്. അത് ഞാൻ ആരുടെ അടുത്തും നമ്മൾ പറയാൻ പാടില്ല, നമ്മൾ വിശ്വസിച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഈ പഞ്ചായത്തിലെ പ്രവർത്തനം വളരെ നല്ല രീതിയിലാണ്. പ്രത്യേകിച്ച് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന വാർഡിന് ഏത് പഞ്ചായത്ത് പ്രസിഡന്റാണെങ്കിലും അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതി ആണെങ്കിലും വളരെ സൗഹാർദ്ദപരമായിട്ടാണ് ഓരോ കാര്യങ്ങൾ നടത്തി തരാറ്. എനിക്ക് പ്രത്യേക പ്രിഫറൻസ് ഇതുവരെ ഞാൻ പഞ്ചായത്തിൽ ഇരുന്ന ആ കാലഘട്ടത്തിലൊക്കെ പ്രത്യേക പ്രിഫറൻസ് കിട്ടിയിട്ടുണ്ട്. അതിനെന്ന് ഞാൻ അവരോടൊക്കെ നന്ദിയുണ്ടാവും. പ്രത്യേകിച്ച് CPM-കാരാണ് കൂടുതൽ, CPM ആണ് കൂടുതൽ ഭരണസമിതി. അവരിൽ നിന്ന് തന്നെ പ്രാവശ്യമാണെങ്കിൽ വസന്തലാലാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. എന്നോട് എനിക്ക് വലിയ പ്രശ്നമാണ്. അവർ കോൺഗ്രസ്സുകാർ ഭരണസമിതി പ്രതിപക്ഷമാണെങ്കിലും അവർ മുരളിയേട്ടനൊരു കാര്യം നടത്തേണ്ട ഒരു കാര്യമാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ സമ്മതമാണെന്ന് പറയാം. അപ്പോൾ പഞ്ചായത്തായിട്ട് നല്ല കോപ്പറേറ്റീവ് ആയിട്ടാണ് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മുന്നോട്ടുള്ള നമ്മുടെ ഈ പ്രയാണത്തിൽ അഥവാ മുരളിയേട്ടൻ ജയിച്ചു, ഇനി എന്താണ് അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പദ്ധതികൾ? ഞാൻ ജയിച്ചാൽ ഇനി ഇവിടെ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. ഒരു പഞ്ചായത്ത് ഭരണസമിതി റോഡുകളും വീടുകള് അതൊക്കെ ആടണേ. അതൊക്കെ അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിലുള്ള കഴിഞ്ഞ ഈ ഭരണസമിതി കാലത്ത് 35 വീടുകൾ ഇവിടെ ലൈഫ് വീടുകൾ കൊടുക്കാൻ കഴിഞ്ഞു. ഞാൻ കാഞ്ഞിരക്കോട് നിന്ന് നടന്നിട്ട് അവിടെയും 10-40 വീടുകൾ കൊടുക്കാൻ കഴിഞ്ഞു. അപേക്ഷിച്ചവരെല്ലാവർക്കും വീട് കൊടുക്കാറുണ്ട്. അപേക്ഷിച്ച് എല്ലാവർക്കും വീട് കൊടുക്കണം. അപ്പൊ എരുമപ്പെട്ടി പഞ്ചായത്തിൽ ഏകദേശം 500 ചില്ലാനം വീടുകൾ കൊടുത്തു. അതിൽ വളരെ സന്തോഷം. അതിന് ഏറ്റവും കൂടുതൽ വസന്തലാലിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഞാനാണ്. ഏതൊക്കെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് എടുത്തിട്ട് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തു. ബാക്കിയുള്ളതിലൊക്കെ ചില കുറവുകൾ വന്നു. ചെറിയ ആ കുറവുകൾ വീടുകൾ ഒറ്റയ്ക്ക് ഓരോ വീടുകൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നതിലേക്ക് ആവശ്യമായിട്ടുള്ളതായതുകൊണ്ട് നമുക്കതിൽ സന്തോഷമാണ്. വേറെ ഒരു കാര്യത്തിനാലും വലുത് തല ചായ്ക്കാൻ ഒരു ഇളാണല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ അതിന് മുൻതൂക്കം കൊടുക്കാൻ വസന്തലാലിനോടൊപ്പം എനിക്ക് പ്രവർത്തിക്കാൻ സന്തോഷമായിട്ട് പഠിക്കാൻ. ഞാൻ പറയണ ഒരു കാര്യം വസന്തലാല് ഇതുവരെ തള്ളിക്കളഞ്ഞു. ഞാൻ ഇത് മാത്രമാണ് ആവശ്യപ്പെട്ടത്, ഈ വീടിന്റെ കാര്യം, അത്യാവശ്യം റോഡിന്റെ കാര്യം. അല്ലാണ്ട് ഞാൻ ഒന്നും വേണ്ട, ഇത് നമുക്ക് നടപ്പാക്കണം. ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് പഞ്ചായത്ത് മുന്നിലാണ്, എല്ലാം കൊണ്ടും മുന്നിലാണ്. അപ്പോൾ ഒരു സമഗ്ര വികസന പഞ്ചായത്ത് എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും വിവിധ മേഖലകളിൽ വിദ്യാഭ്യാസ മേഖലകളിലാണെങ്കിലും പിന്നെ കാർഷിക മേഖലയിലാണെങ്കിലും പിന്നെ ആരോഗ്യരംഗത്താണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ പുരോഗമനം ഉണ്ടാക്കാൻ ഈ പഞ്ചായത്തിൽ സാധിച്ചിട്ടുണ്ട്. അയ്യോ ഒന്നുമില്ല. ഭയങ്കര സന്തോഷം. ഞാൻ ഭയങ്കര ഈ കുടുംബപരമായിട്ടുള്ള ജീവിതത്തിലും ഇതിൽ ഭയങ്കര സന്തോഷിക്കുന്ന ഒരാളാണ്. എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ മക്കളൊക്കെ എൻ്റെ കുടുംബക്കാരും എല്ലാവരും എന്നെ ഭയങ്കര ബഹുമാനത്തോടു കൂടിയിട്ട് ജനങ്ങളുമാണ്. അല്ലെങ്കിൽ ഞാൻ സ്വാമിയാണോ? അല്ലല്ലോ. ഞാനതൊക്കെ ഉപയോഗിക്കണോ? എനിക്കതൊക്കെ ഇഷ്ടമാണ്. അപ്പൊ അതൊക്കെ ഉപയോഗിക്കണമെന്നല്ല. ഞാനൊരു സന്യാസിയല്ല. എനിക്ക് അതിന് പ്രത്യേകിച്ച് ഒരു ഡെഫിനേഷൻ ഉണ്ട്. സന്യാസി ആവണമെന്നില്ല. സന്യാസി ആവണമെന്നില്ല. നമുക്കിവിടെ ഓരോ കാര്യങ്ങളും നടത്തി കൊടുക്കാം. തീർച്ചയായിട്ടും. അപ്പൊ അതില് എനിക്ക് സന്യാസി ജീവിതം ഞാൻ എന്താന്ന് എനിക്കറിയില്ല. എന്താണ് ഇവിടുത്തെ ഒരു മന്ത്രങ്ങളും അറിയില്ല, ഓരോ വേദങ്ങളും പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ അതിനേക്കാൾ വലുത് സ്നേഹമാണ്. സ്നേഹം തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. സന്യാസി അല്ലാത്ത സഖാവാണ്. തീർച്ചയായിട്ടും ഞാൻ സന്യാസിയല്ല. എനിക്ക് എന്റെ അടിസ്ഥാനപരമായിട്ട് ഈ ലോകത്ത് ഞാൻ ഇതുവരെ 70 വയസ്സായിട്ടുള്ള എന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഇതുവരെയുള്ള നോക്കുമ്പോൾ ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തി സ്നേഹമാണ്. തീർച്ചയായിട്ടും. അതിൽ കവിഞ്ഞിട്ടുള്ള ഒരു ശക്തി ഈ ആറ്റം ബോംബിന് വരെയില്ല സ്നേഹത്തിന്റെ ശക്തി.
അത് മനസ്സിലാക്കാതെയാണ് ഇവിടെ ആളുകളൊക്കെ പെരുമാറുന്നത്. അതെ അതെ ആളുകൾ ജീവിക്കുന്നതും സ്നേഹമൊന്നല്ല വലുത്, എങ്ങനെയെങ്കിലും പണവും കാര്യങ്ങളും ഒക്കെ ആക്കി ഏത് തട്ടിപ്പ് നടത്തിയിട്ടും എന്തെങ്കിലും കുറെ സമ്പാദ്യം. എനിക്ക് സമ്പാദ്യമൊന്നും ഇല്ല കേട്ടോ, ഒക്കെ മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ട് എന്നുള്ളതല്ലാണ്ട് ജീവിതത്തില് ഒന്നും ഒന്നും സമ്പാദിച്ചിട്ടില്ല. ഒക്കെ ചെലവ് ചെയ്തിട്ടേ ഉള്ളൂ. കുടുംബപരമായിട്ടുള്ള കുറച്ച് സ്വത്തൊക്കെ ഉള്ളതൊക്കെ ചെലവ് ചെയ്തിട്ടേ ഉള്ളൂ. മക്കളൊക്കെ ഇപ്പൊ ജോലിക്കൊക്കെ പോയപ്പോ ഗൾഫിലൊക്കെ പോയപ്പോ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ഒരു നല്ല പരിസ്ഥിതി ഉണ്ട്. മുരളിയേട്ടൻ കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഡ്രസ്സ് ചെയ്ത ഒരു സ്ഥാനാർത്ഥി കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അത് പല ചാനലുകാരും വന്നിട്ട് എന്നോട് പറയണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 24-ന്റെ അവര് വന്നിട്ടും അത് പറയണ്ടായിട്ടുണ്ട്. പിന്നെ News 18 അങ്ങനെ ഒരു ചാനലില്ലേ, അത് അങ്ങനെ ചില ചാനലുകളൊക്കെ അന്ന് വരുമ്പോൾ ഈ ഡ്രസ്സും താങ്കളുടെ ഈ പ്രവർത്തനം ഒക്കെ കൂടി കാണുമ്പോ ഒന്നും യോജിക്കണം. അതാണ് അത് എന്തോ എനിക്ക് അങ്ങനെ തോന്നി, അങ്ങനെ വന്നു. ഇനി മരണം വരെ ഇതേ ഉണ്ടാവുള്ളൂ, മരിക്കണ വരെയും ഈ ഡ്രസ്സ്. പിന്നെ ആരും ഇട്ടെങ്കിലും ഒരു ചുവന്ന കളറുള്ള ഒരു സാധനം എന്റെ തന്നെയായിട്ട് എന്റെ നെഞ്ചത്ത് വന്ന് വീഴലോ മരിക്കുമ്പോ. വേറെ ആരും ഇടാനില്ലെങ്കിലും വേറെ അതായത് നമ്മൾ മരിക്കുമ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റ് മരിക്കണം. അപ്പൊ അതിന്റെ ഒരു മുൻകൂട്ടിയുള്ള ഒരു തയ്യാറെടുപ്പും കൂടി. ഇതൊന്നും കളയാൻ പാടില്ല എന്റെ ശരീരത്തിൽ പറഞ്ഞിട്ട് ഞാൻ. നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ സ്ഥാനാർത്ഥിക്കൊപ്പം എന്നുള്ള പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. മുരളിയേട്ടന് എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് പ്രത്യേകം ആയിട്ട് പറയാനുണ്ടെങ്കിൽ 2 വാക്ക് പറയാം. എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഉണ്ട്. ഞാൻ ഇവിടെ തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന കാലത്തൊക്കെ ചാനലുകാർ വരാറുണ്ട് പ്രത്യേകമായിട്ട്. എനിക്ക് ആ ചാനലുകാരോടൊക്കെ വലിയ ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ ഞാനൊരു ഒരു സാധാരണ ഒരു പഞ്ചായത്ത് മെമ്പറുടെ അടുത്ത് ഇവരൊക്കെ വരുമ്പോൾ, ഈ ചാനലുകാരൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര മാനസികമായിട്ട് സന്തോഷം ഉണ്ടാവാറുണ്ട്. ആ സന്തോഷം ഞാൻ ഈ പൊതുപ്രവർത്തന രംഗത്ത് എൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ സന്തോഷം പങ്കുവയ്ക്കാറ്. അതിൽ കൂടിയത്തെ കിട്ടുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതും പൊതുപ്രവർത്തന രംഗത്ത് എനിക്ക് വയ്യ, അതങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്കതൊന്നും വയ്യായ ഉള്ള രീതിയില്ല. 18-19 വയസ്സ് മതി എപ്പോഴും എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഓടിപ്പോകും, എന്തൊരു കാര്യം ഉണ്ടെങ്കിലും വരും. അപ്പോൾ അത് മരണം വരെ ഉണ്ടാവുമെന്നാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം. സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, കുന്നംകുളം റോഡ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി.